ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ ഈ ഭക്ഷണമൊക്കെ ആരുണ്ടാക്കിയതാന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയും അതൊക്കെ മോളുണ്ടാക്കിയതാ. അപ്പൊ തന്നെ വരുൺ പ്രിയനെയും മുത്തശ്ശീനെയാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ മുഖത്തെ ആ ഞെട്ടല്. അതേസമയം രാധിക അങ്ങോട്ട് വരുമ്പോ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അപ്പത്തന്നെ തിരുത്തും, അതെ പ്രിയങ്കമോളാ ഇതൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിലും ഇവൾക്ക് ഇതിനൊക്കെ കുറച്ച് സമയം മതി. അപ്പൊ തിരുമേനി പറയും, അല്ലമ്മ ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോഴേക്കും മുത്തശ്ശി പറയാൻ സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ വിവാഹം കഴിപ്പിച്ച് നമ്മൾ പറഞ്ഞയക്കുന്ന പെൺകുട്ടിക്ക് എല്ലാ തരം പാചകവും അറിഞ്ഞിരിക്കണം. വയറ് നിറച്ച് ഊട്ടാൻ കഴിയുന്നവളാ യഥാർത്ഥ പെണ്ണ്. അല്ലെങ്കിൽ നോക്കിയേ, ഇത്രയും സമയത്തിനുള്ളില് ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ. ഈ സമയം അമ്മയ്ക്കും, അല്ല രാത്രിയിൽ മോനെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ? അപ്പൊ രാധിക ഒന്ന് ഞെട്ടണേ, ഇവരിവിടെ നിക്കോന്നേ. വരുൺ പറയും, വേണ്ടമ്മേ, ഞങ്ങൾ ഊണ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോകും. ഇതില് മുത്തശ്ശി അറിയും, അതാ നല്ലത്. എന്നിങ്ങനെ രാധിക ഉണ്ടാവുമല്ലോ, അതോർത്തങ്ങ് പറഞ്ഞു വന്നതാ. എല്ലാരും ഞെട്ടും. തിരുമേനിക്കും, അമ്മ എന്താ പറയണേ? അതുപിന്നെ ഞാൻ ഈ കറിയുടെ കാര്യം പറഞ്ഞതാ. അങ്ങനെ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കണേ. അങ്ങനെ തിരുമേനിക്കും, അല്ല മോനെ, ഒരു ദിവസം ഇവിടെ തങ്ങുന്നത് കൊണ്ട് എന്താ കുഴപ്പം? വരുൺ പറയും, അല്ലച്ചാ ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാവാം. മുത്തശ്ശി നിർബന്ധിക്കുന്നില്ല. എന്നാ പിന്നെ മോന്റെ ഇഷ്ടം പോലെ ആവട്ടെ, അല്ലേ യശോദേ? പ്രിയ പറയും, അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി എപ്പോഴും പറയും വിദേശത്തായിരുന്നപ്പോ ഒരു കുഴപ്പമില്ല, കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞാ വരുണ് സ്വന്തം റൂമിലല്ലാതെ ഉറങ്ങാൻ പറ്റില്ലെന്ന്. വരുൺ പറയും, അത് സത്യാണേ. എന്റെ ശീലങ്ങളും എന്റെ മനസ്സിലിരിപ്പൊക്കെ പ്രിയങ്കയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. പ്രിയങ്കയെ കുറിച്ച് എനിക്കും. ഇത് നല്ല ഉദ്ദേശത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, അത് പ്രിയങ്കയ്ക്ക് മനസ്സിലായി. എന്നാ അച്ഛനും അമ്മയൊക്കെ നല്ല കാര്യത്തോടു കൂടിയാണ് അതെടുത്തിരിക്കുന്നത്. ശേഷം പിന്നീട് രാത്രിയായി. അവിടെ ഐശ്വര്യയുടെ അടുത്തേക്ക് സോണിയ വന്നിരിക്കുകയാണ്. വേഗം വരഞ്ഞിട്ട് എന്താ ഇത്ര താമസിച്ചത്? സോണിയ പറയും, എനിക്ക് 1-2 പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ശരി പറയും, ശരി വാ എന്ന് പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. എന്നിട്ട് വയ്ക്കും, കൃത്യമായി നോക്കിയോ ആ പെൺകുട്ടി ശ്യാമയെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? സോണിയ പറയും, സോറി മാഡം, ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയ്ക്ക് ശ്യാമ മാഡത്തിന്റെ ഒരു ചായയും ഇല്ല. ഐശ്വര്യ അങ്ങ് ഞെട്ടും, നീ എന്തായി പറയുന്നേ? ആള് തെറ്റിയോ നിനക്ക്? എനിക്ക് തെറ്റിയിട്ടില്ല. ദേവനാരായണൻ തിരുമേനിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കണിമംഗലത്തെ വരുണാണ്. വരുണിന്റെ അച്ഛന്റെ പേര് കണിമംഗലം പരമേശ്വരൻ. ആരോഗ്യ സെൻസസ് എടുക്കാനാണെന്ന് പറഞ്ഞ് അല്പം കഷ്ടപ്പെട്ട ഞാൻ ആളെ കണ്ടെത്തിയത്. മാഡത്തിന് ആരോ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനൊരു തെറ്റ് പറ്റില്ലല്ലോ. വലിയ വലിയ ആളുകളെ കുറിച്ച് ചിലര് കഥമെനഞ്ഞുണ്ടാക്കും. അങ്ങനെ ഒരു ഗോസിപ്പായിരിക്കാം ചിലപ്പോ ഈ പെൺകുട്ടിയുടെ കാര്യവും. ഐശ്വര്യ പറയും, ഷട്ടപ്പ്, നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞ കള്ളക്കഥയല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. ശ്യാമയുടെ അതേ മുഖമുള്ള പെൺകുട്ടിയെ. അവൾ ആ ശ്രീകൃഷ്ണപുരത്ത് തന്നെയുണ്ട്. മാത്രമല്ല ദേവനാരായണൻ തിരുമേനിയുടെ മകളുമായിട്ട് അവൾക്ക് കണക്ഷനും ഉണ്ട്. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. സോണിയ പറയും, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു. കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ? ഐശ്വര്യ പറയും, സോണിയ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. സോണിയയ്ക്കുള്ള പ്രതിഫലം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടെത്താനായി ഓരോ നിമിഷം വൈകുമ്പോൾ കാര്യങ്ങൾ അപകടത്തിലേക്കാ. അവളെ എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക അവിടെ കണിമംഗലത്ത് എന്തോ ഫോണിൽ കണ്ടോണ്ടിരിക്കുക റൂമിലെ. അപ്പണ്ടാവും വരുൺ അങ്ങോട്ട് വരുന്നേ. ഡോറ് ക്ലോസ് ചെയ്ത് അടുത്ത് വന്നിരിക്കുമ്പോ പ്രിയങ്കയ്ക്ക് സന്തോഷാവും. പ്രിയങ്ക എന്ന് വിളിച്ചെന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രിയങ്ക പറയും, എനിക്കറിയാം വരുണിന് മാറ്റം ഉണ്ടാകുന്നു. എന്നോട് മുത്തശ്ശി പറഞ്ഞിരുന്നു, വീട്ടിൽ പോയി അവിടുത്തെ ചടങ്ങൊക്കെ കഴിയുമ്പോ വരുണിന്റെ മനസ്സ് മാറും, എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നൊക്കെ. വരുൺ പറയും, ശരിയാ, വീട്ടിൽ പോവാൻ തോന്നിയത് നന്നായി. ഇതുവരെ മനസ്സിനൊരു വ്യക്തതയില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമായിട്ടുണ്ട്. പ്രിയ നല്ല സന്തോഷത്തിലാ. താങ്ക്സ് വരുൺ. വരുൺ പറയും, അല്ല ഈ വ്യക്തത എന്താണെന്ന് അറിയണ്ടേ? പ്രിയ പറയും, പറഞ്ഞോ, ഞാൻ കേൾക്കാൻ കൊതിച്ചിരിക്കുക, പറ. അപ്പൊ വരുൺ പറയും, എനിക്ക് നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം അങ്ങ് പോവും, ഞെട്ടിപ്പോവും പ്രിയ. അങ്ങനെ വരുൺ പറയും, നീ എന്നെ ചതിച്ചവളാ. നീ നല്ലവളാണെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ വെച്ചുണ്ടായ തിരിമറികൾ എന്തൊക്കെയാണെന്ന് എന്നോട് തുറന്നു പറ. അതിൽ പ്രിയ പറയും, വരുൺ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. വരുൺ പറയും, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. നിന്നെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വെറുതെ നിന്ന് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. മുത്തശ്ശിയല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും 10 ജന്മം കഴിഞ്ഞാലും ഞാൻ നിന്നെ സ്നേഹിക്കില്ല. ഇതും കൂടെ കേൾക്കുമ്പോ പ്രിയ അങ്ങ് ഞെട്ടും. അത്രയും പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോ പ്രിയ പറയും, വരുൺ ഇരിക്കി എന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കുക. വേണ്ട. പ്രിയ വീണ്ടും നിർബന്ധിക്കുമ്പോ വരുൺ ദേഷ്യപ്പെടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്രിയ പറയും, ശരി, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷെ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി പോവാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. വരുണിന്റെ ഇഷ്ടക്കേട് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് എല്ലാവരോടും പറയണം. അതിന് സമ്മതമാണോ? വരുൺ അപ്പൊ കൂളായിട്ട് തന്നെ പറയും, സമ്മതമാണ്. എന്റെ ഇഷ്ടക്കുറവ് ആരോട് പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയൊക്കെ വരുൺ പറയുന്നത് പ്രിയ കരുതിയിട്ടില്ല. പ്രിയ ഞെട്ടിപ്പോവും. ഓക്കെ, വരുണിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തു, അവളെ വിവാഹം കഴിക്കേ, പുതിയൊരു ജീവിതം ഉണ്ടാവട്ടെ. പക്ഷേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ദരിദ്രനായ ദേവനാരായണൻ തിരുമേനിയുടെ മകള് വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളില് ഇറങ്ങി പോരേണ്ടി വന്നവൾ. പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടോ? വരുൺ പറയും, എനിക്കറിയില്ല.
പ്രിയ പറയും അറിയണം. വരുൺ മാന്യവും സ്വസ്ഥവുമായി ആയിട്ട് ജീവിക്കുമ്പോ എനിക്ക് ജീവിക്കണ്ടേ? അതിനെനിക്ക് പണം വേണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോണെങ്കില് ഞാൻ ആവശ്യപ്പെടുന്ന പണം വരുൺ എനിക്ക് തരണം. വരുൺ ചോദിക്കും വിലപേശലാണോ? പ്രിയ പറയും അതൊന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതാണെങ്കിൽ അതുപോലെ എനിക്കും എന്റെ ആഗ്രഹങ്ങൾ വലുതാണ്. വരുൺ പറയും ശരി, നിനക്ക് എത്ര പണം വേണം? പ്രിയ പറയും ഒരുപാടൊന്നും വേണ്ട, കണിമംഗലത്തെ സമ്പത്തിന്റെ ഒരു തരി അത്രയും മതി. സിനിമയാ എന്റെ ആഗ്രഹം. എനിക്കൊരു സിനിമ ചെയ്യണം. അതിനുള്ള പണം വരുൺ എനിക്ക് തരാമോ? പകരം വരുണിന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം. സമ്മതമാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ തുടരാം. വരുൺ പറയും പണം ഞാൻ തരാം. പ്രിയയ്ക്കും വാക്കല്ലേ? വരുൺ പറയും വാക്ക്. പണം കൃത്യമായിട്ട് അക്കൗണ്ടിൽ എത്തിയിരിക്കും. അല്ലെങ്കിലും ഇത്രയും വിലപേശാൻ അറിയുന്ന നിനക്ക് പിടിച്ചു വാങ്ങിക്കാനും അറിയാലോ. പ്രിയ പറയും കണിമംഗലം പരമേശ്വരന്റെ മകനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ പിരിയുന്നു. ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരുന്നു എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കൊടുക്കും. വരുൺ പറയും നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എന്നേക്കുമായി നമ്മൾ പിരിയുന്നു എന്ന് പറഞ്ഞ് അവർ കൈ കൊടുക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ പ്രിയയ്ക്കും ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് പകരം ഈ മുറിയിലെ വരുണിനോടൊപ്പം എത്തുന്നത് ആരാണെന്ന് പറയാമോ? വരുൺ പറയും അവളെന്റെ കൂടെ ഇല്ല. അവളെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്താം. പക്ഷെ അതിനു മുമ്പ് നീ ഇവിടുന്ന് പോണം. അതുവരെ എനിക്ക് അവളെ പരിചയപ്പെടുത്താൻ പറ്റില്ല. അവളെന്റെ ജീവനാണ്, അവളെന്റെ എല്ലാമാണ്. പ്രിയക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വരുൺ പറയും എന്തായാലും ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ആദ്യ രാത്രി നടന്നില്ല, പക്ഷെ അവസാന രാത്രി നടന്നു എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ എത്ര അകന്നു നിന്നിട്ടും അദ്ദേഹം എന്നെ തേടി തേടി വരികയാണ്. ഇതുവരെ ഞാൻ എങ്ങോട്ടോ പോയി എന്നെ കാണാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലായിരുന്നു വരുൺ. പക്ഷേ വീണ്ടും കണ്ടപ്പോ ഇനി അദ്ദേഹത്തിന്റെ ചിന്തകൾ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മനസ്സിൽ നിന്നും ആ ചിന്തകളെ മായ്ച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നില്ല. വരുണിന്റെ മനസ്സിൽ നിന്നും എന്നെക്കുറിച്ചുള്ള തോന്നലുകള് എന്നേക്കുമായി ഇല്ലാതാക്കി തരണേ. വരുൺ എന്നെ മറന്നു പോണേ എന്നൊക്കെ ഇങ്ങനെ കണ്ണടച്ച് സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്ക. പെട്ടെന്ന് കൃഷ്ണനെ രാധ തന്നെയല്ലേ വേണ്ടത് എന്നുള്ളൊരു അശരീരി കേൾക്കാണ്. രാധിക കണ്ണൂർന്ന് നോക്കുമ്പോ അവിടെ ആരുമില്ല. കണ്ണനെ ഇങ്ങനെ നോക്കിയതിനു ശേഷം കണ്ണൻ തന്നെയാണോ പറഞ്ഞതെന്നുള്ളൊരു സംശയത്തില് വീണ്ടും കണ്ണടച്ചിരിക്കാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിട്ടുണ്ട്. പ്രിയങ്ക കണിമംഗലത്ത് മുത്തശ്ശി അന്ന് കൊടുത്ത ആഭരണങ്ങളെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ ബാഗിലിടണേ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും വരുൺ പണം തരും, പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, ഇതെല്ലാം കൊണ്ടുപോകണം. അഭിനയിച്ചതിന് കൂലി കിട്ടുന്നത് പോലെ ഇതെല്ലാം എനിക്കുള്ള കൂലി തന്നെയാ എന്ന് പറഞ്ഞ ഓരോന്നോരോന്നായിട്ട് ആ ബാഗിലേക്ക് ഇങ്ങനെ ഇടുക. പെട്ടെന്നായിരിക്കും മോളെ പ്രിയങ്കെ എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോ തന്നെ പ്രിയങ്ക ആകെ പേടിക്കും. ആ എല്ലാ ആഭരണങ്ങളുള്ള ആഭരണപ്പെട്ടി ആ ബാഗിന്റെ അകത്തേക്ക് ആക്കിയിട്ട് വേഗം കട്ടിലിന്റെ അടിയിലേക്ക് അങ്ങ് തള്ളി വിടാണ്. മുത്തശ്ശി വരുമ്പോഴേക്കും അതൊക്കെ കഴിയും. ആകെ നെർവസ് ആയിട്ടുണ്ട്. മുത്തശ്ശി വയ്ക്കും എന്തു പറ്റി? മുഖത്താകെ ഒരു പരിഭ്രമം പോലെ എന്ന് നോക്കുമ്പോ പ്രിയ ഒന്നുമില്ല മുത്തശ്ശി, എനിക്കിവിടെ എന്ത് പ്രശ്നം മുത്തശ്ശി? എന്തെങ്കിലും ഉണ്ടെങ്കില് ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരില്ലേ? മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു സമയം ഇരുന്നാൽ എന്റെ എല്ലാ പ്രശ്നവും മുത്തശ്ശി തീർത്തു തരില്ലേ? അല്ല മോളെ, വീട്ടിൽ പോയി വന്നപ്പോ വരുണിനുണ്ടായിരുന്ന സ്നേഹം കൂടിയോ? പ്രിയങ്ക പറയും വരുണിപ്പ എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ല മുത്തശ്ശി ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോവാൻ വേണ്ടി ഇറങ്ങിയതാണോ? മുത്തശ്ശി പറയും അല്ല മുത്തശ്ശി ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. അപ്പൊ മുത്തശ്ശി പറയും ഇതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നത് തന്നെയല്ലേ? വരുണിന് അവനും ഉണ്ട് ഈ അസുഖം. അപ്പൊ പ്രിയയ്ക്കും എന്ത് എന്നെ കളിയാക്കലേ? അപ്പൊ പ്രിയ പറയും അല്ല, സത്യമായിട്ടും ഞാൻ കളിയാക്കിയതല്ല. ഞങ്ങളൊക്കെ എത്ര സമയം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മത്സരിക്കാൻ നോക്കിയാലും ഇതുപോലെ മുത്തശ്ശിയെ പോലെ സുന്ദരിയാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ പൊക്കുന്നുണ്ട്. മുത്തശ്ശി പറയും ശരി ശരി എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുമ്പോ പ്രിയ വേഗം കഥ കിടക്കും. നാശം പിടിച്ച തള്ള എന്തിന്റെ കേറി വന്നോളും എന്ന് പറഞ്ഞ് ആ ഡോറൊക്കെ ലോക്ക് ചെയ്തതിനു ശേഷം ബാഗ് കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് ആഭരണങ്ങളെല്ലാം തിരിച്ച് ആ ബോക്സിൽ തന്നെ വെച്ച് അത് അലമാരക്കകത്ത് വെക്കാണ്. ബാഗ് കട്ടിലിന്റെ അടിയിലും. പിന്നെ ഒന്ന് ആശ്വാസത്തോടെ കൂടെ നിന്നതിന് ശേഷം വിചാരിക്കും എല്ലാം കൃത്യമായിട്ട് നടന്ന നാളെ ഞാനൊരു സിനിമാ താരാകും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് രാധികനെയാണ്. രാധിക ഇപ്പോഴും വലിയ ടെൻഷനിലാണ് അവിടെ റൂമിലിരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം പാറക്കെട്ടിന് മുകളിൽ വെച്ച് കുളക്കടവിലേക്ക് വരുൺ വരാൻ പറഞ്ഞ കാര്യങ്ങളും ഇല്ലെങ്കിൽ പിന്നെ താനില്ലെന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഈശ്വര, വരുൺ എന്നോട് കുളക്കടവിൽ കാണാന്ന് പറഞ്ഞ സമയമായി. ചെല്ലാതിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? വരുൺ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കോ? ഭഗവാനെ, വരുണിനെ വരാൻ തോന്നാതിരുന്നാൽ എത്ര നന്നായിരുന്നു. പരസ്പരമുള്ള ഈ കാഴ്ച ഒഴിവാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പിന്നീട് വിചാരിക്കും കാത്തിരുന്നിട്ട് കാണാതെ പോയാൽ അന്നത്തെ പോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കോ വരുൺ? പോകാതെ പറ്റില്ല.
കാണാതെ പറ്റില്ല എന്ന് പറഞ്ഞൊരു ധൈര്യത്തിൽ നിൽക്കും. ഇതേസമയം വരുണാണെങ്കില് പോവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്ക. പ്രിയ അങ്ങോട്ട് വന്നിട്ട് വയ്ക്കും, വരുൺ എങ്ങോട്ട് പോകുന്നു? വരുൺ പറയും, ദേ നമ്മള് തമ്മില് ഇനി അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട, നമുക്കിടയിലുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചു. പ്രിയ പറയും, സോറി, ഭാര്യ എന്നുള്ള അവകാശത്തിലല്ല വരുൺ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചത്. വരുൺ ചോദിക്കും, പ്രിയ പറയും, ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങും. അതിനു മുമ്പ് വരുൺ ഇവിടെ തിരിച്ചെത്തുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. വരുൺ പറയും, ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാ വരൂ. പ്രിയ പറയും, അപ്പോഴേക്കും ഞാൻ പോയിരിക്കും. വരുൺ എന്നെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വരുൺ പറയും, താങ്ക്സ്. പ്രിയയ്ക്കും വാക്ക് തെറ്റിക്കില്ലല്ലോ. വരുൺ പറയും, ഇല്ല. പ്രിയ വീണ്ടും ചോദിക്കും, പണം എന്റെ അക്കൗണ്ടിൽ വരില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. വരുൺ പറയും, പണത്തിന്റെ പേരില് താൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചെത്തേണ്ടി വരില്ല. 1-2 ദിവസത്തിനുള്ളില് പണം തന്റെ അക്കൗണ്ടില് കൃത്യമായിട്ട് വന്നിരിക്കും. ഞാനേ അങ്ങനെ വാക്കൊന്നും തെറ്റിക്കാറില്ല. പ്രിയ പറയും, അപ്പൊ പിന്നെ ഇനി നമ്മൾ തമ്മിൽ എന്ന് കാണുന്നൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലും സിനിമയുടെ തിരക്കില് എപ്പോഴെങ്കിലും എന്നെ കണ്ടാൽ വരുൺ അടുത്ത് വരണം. കൂടെ വരുണിന്റെ സ്വപ്നസുന്ദരി ഉണ്ടാകുമല്ലോ. വരുൺ പറയും, പ്രിയ പറയും, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരണം. വരുൺ പറയും, അവളെന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും ഞാൻ അവളെ പരിചയപ്പെടുത്തും, നിന്നെയും. പ്രിയ പറയും, അപ്പൊ ഗുഡ് ബൈ. വരുൺ പറയും, ബൈ. നീ നിന്റെ ജീവിതത്തിലേക്ക്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞ നല്ല സ്റ്റൈലായി. പിന്നെ പ്രിയനെ മൈൻഡ് കൂടെ ചെയ്യാതെ വരുൺ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പ്രിയാണെങ്കില് പൈസ കിട്ടുന്നുള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക കുളക്കടവിലേക്ക് പോകുന്നതാണ്. ഇതേ സമയം അങ്ങോട്ടൊരു കാറും വരുന്നുണ്ട്. കാറിൽ വരുന്നത് ജീവയാണ്. ജീവ രാധികയുടെ തൊട്ടു പിന്നിലുണ്ട്. എന്നാ കാർ ഇങ്ങനെ വരുന്നൊന്നും രാധിക അറിയുന്നില്ല. കാരണം വരുണിനെ കുറിച്ചാണല്ലോ ആലോചിക്കുന്നത്. കാണുമ്പോ തന്നെ ആ പോകുന്നത് രാധികയാണെന്ന് ജീവയ്ക്ക് മനസ്സിലാവുക. ജീവ അപ്പൊ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി രാധികയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അതിനുശേഷം പിന്നീടുള്ളത് അടുത്ത ഭാഗമാണ്. അതിൽ കാണിക്കുന്നത് രാധികയും വരുണും സംസാരിക്കുന്നതാ. വരുണ് തന്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാ രാധിക പറയും, എങ്കിൽ എന്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ പറയട്ടെ. വരുൺ പറയും, പറയും. രാധികയ്ക്കും അത് പറയുമ്പോ എന്നോട് ദേഷ്യം തോന്നില്ലല്ലോ. വരുൺ പറയും, ഇല്ല. അങ്ങനെ രാധിക ഈ സമയം താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിങ്ങനെ കൈ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അത് വരുണിന് നേരെയല്ല, ഒരുപക്ഷെ ജീവയ്ക്ക് നേരെ ആയിരിക്കാം. ജീവ വന്ന് രാധികയോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവാനൊക്കെയാണ് ചാൻസ്. എന്തായാലും ഇത് വരുണിനെ ഒരുപാട് വേദനിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണെന്നാണ് ഈ പ്രമോ കണ്ടിട്ട് മനസ്സിലായത്. ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ പ്രിയങ്ക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അതിനുവേണ്ടി ആഭരണങ്ങളിലെല്ലാം എടുത്ത് രാത്രി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്